ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂലൈൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാസ് ട്രീ എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ലെക്സിക്കൽ അനാലിസിസ് സ്പേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്കണുകളെ പാസ് ചെയ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് ഫേസിലേക്കാണ്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? സിൻടാക്സ് അനാലിസിസ് സ്പേസ് ആണ്. സിൻടാക്സ് അനാലിസിസ് സ്പേസിന്റെ ഔട്ട്പുട്ട് ആണ് ഈ പറയുന്ന പാസ് ട്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെറിവേഷൻ ട്രീ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഡിറൈവിംഗ് എ സ്ട്രിങ്. ഓക്കെ, അതായത് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെറിവേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഈ ഡെറിവേഷന്റെ ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ പാസ് ട്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ പാസ് ട്രീ എന്ന് പറഞ്ഞാൽ? പാസ് ട്രീ ആണ് നമ്മുടെ സിൻടാക്സ് അനാലിസിസ് സ്പേസിന്റെ ഔട്ട്പുട്ട് അല്ലെ? സിൻടാക്സ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ട്രീ ആണ്, അല്ലെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് പാസ് ട്രീ എന്ന് പറയുന്നത്. പക്ഷേ ഈ പാസ് ട്രീ എന്ന് പറയുന്നത് എന്താണ്? അതൊരു നമ്മുടെ ഡെറിവേഷന്റെ ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് ഡിറൈവിംഗ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ് ഡിറൈവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ട് രീതിയിൽ ഡെറിവേഷൻ ഉണ്ട്. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും ഉണ്ട്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്, അതായത് ലെഫ്റ്റ് മോസ്റ്റിലെ നോൺ ടെർമിനൽ ആയിരിക്കും നമ്മൾ ഓരോ സ്റ്റെപ്പിലും എക്സ്പാൻഡ് ചെയ്തിട്ട് മാറ്റുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റെപ്പിലും റൈറ്റ് മോസ്റ്റിലെ നോൺ ടെർമിനൽ, റൈറ്റ് മോസ്റ്റിലെ വരുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഡെറിവേഷൻ ഉണ്ട്. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഓക്കെ, ഇപ്പം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ എന്ന് പറയുന്നത്. എസ് ടെൻസ് ടു എ ബി ഓർ എപ്സിലോൺ, എ ടെൻസ് ടു എ ബി, ബി ടെൻസ് ടു എസ് ബി. ഓക്കെ, അപ്പൊ ഈ ഗ്രാമർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് എ ബി ബി എന്നുള്ള സ്ട്രിങ് ആണ്. ഓക്കെ, ഈ എ ബി ബി എന്നുള്ള സ്ട്രിങ്ങിനെ നമ്മൾ ഈ ഗ്രാമർ യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യും. ഓക്കെ, അപ്പം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്? ഇപ്പം എ ബി ബി എന്നുള്ള ഈ ഒരു സ്ട്രിങ് എടുക്കുക. നമ്മുടെ എന്താണ് ആദ്യത്തെ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറഞ്ഞ എസ് ആണ് അല്ലെ? ഒരു ഗ്രാമർ തന്നു കഴിയുമ്പോഴത്തേക്കും അതിൽ സ്റ്റാർട്ട് സിമ്പിൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? നോർമലി എസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം തന്നേക്കുന്ന പ്രൊഡക്ഷൻ റൂൾ ഏതാണ് അതായിരിക്കും അതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് വരുന്നതായിരിക്കും അതിന്റെ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താ? എസ് ടെൻസ് ടു എ ബി ആണ് അല്ലെ? എസ് ടെൻസ് ടു എ ബി ആണ്. അപ്പം ഈ എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് ആണ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എസ് ടെൻസ് ടു എ ബി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ എസ് ടെൻസ് ടു എ ബി നമ്മൾ എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആകുമ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റ് മോസ്റ്റിൽ വരുന്നതിനെ വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മൾ മാറ്റി കൊണ്ടുവരുന്നത്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് മോസ്റ്റിൽ വന്നേക്കുന്ന ഏതാ? ക്യാപിറ്റൽ എ ആണ് അല്ലെ? അപ്പൊ ക്യാപിറ്റൽ എ ആണ് നമ്മൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യേണ്ടത്. എ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? അതിന്റെ ഒരു പ്രൊഡക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എ ടെൻസ് ടു സ്മോൾ എ ക്യാപിറ്റൽ ബി. കണ്ടോ? അപ്പൊ ഈ ക്യാപിറ്റൽ എ നമുക്ക് സ്മോൾ എ ക്യാപിറ്റൽ ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. കണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്തു സ്മോൾ എ ക്യാപിറ്റൽ ബി. ഇനി ലാസ്റ്റ് വന്നേക്കുന്ന ബി എന്ന് പറയുന്നത് ഈ മുകളിലത്തെ ബി ആണ്. ഓക്കെ, ഇനി നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് വരുന്ന ഏതാ? ഈ ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. രണ്ടാമത് വരുന്ന ഈ ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ്. ഇനി ഈ ബി എ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ബി എ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ പ്രൊഡക്ഷൻ നോക്കിയേ, ബി ടെൻസ് ടു എസ് ബി. ഓക്കെ, അപ്പൊ ആ എസ് ബി നമ്മൾ അവിടെ ഇട്ടു. ഈ ലാസ്റ്റ് ബി എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുമ്പിൽ വരുന്ന ബി ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി നമുക്ക് ഇവിടെ വന്നേക്കുന്ന എസ് ആണ്. എസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എസിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും ഉണ്ട്, സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും ഉണ്ട് നമ്മുടെ സ്ട്രിങ്ങിൽ. നമ്മുടെ സ്ട്രിങ്ങിനകത്ത് ആദ്യത്തെ രണ്ട് എന്താണ് ഈ സിമ്പിൾസ് നമുക്ക് കിട്ടി. പക്ഷെ ഇടയ്ക്ക് ഒരു പ്രശ്നക്കാരനായിട്ട് നമ്മുടെ എസ് കിടപ്പുണ്ട് അല്ലേ? അപ്പൊ എസിനെ എങ്ങനെ നമുക്ക് മാറ്റുന്നത്? എപ്സിലോൺ ഇട്ട് കൊടുക്കാം. കാരണം എസ് ടെൻസ് ടു എപ്സിലോൺ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എസിന് പകരം എപ്സിലോൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നത്തിങ്, ഒന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ എസ് അവിടുന്ന് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എ ബി എന്ന് തന്നെ ഒരുമിച്ച് കിട്ടും. കണ്ടോ? എ ബി എന്ന് ഒരുമിച്ച് കിട്ടും. ഇനി നമ്മുടെ ലാസ്റ്റ് കിടക്കുന്ന ബി, ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത് ഈ ബി എ ആണ്. ഈ ബി എ ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഈ ബിയുടെ ഏത് വെച്ചിട്ട്? എസ് ടെൻസ് ടു ബിക്ക് ആകെപ്പാടെ ഒരു പ്രൊഡക്ഷനേ ഉള്ളൂ, ബി ടെൻസ് ടു എസ് ബി. അപ്പൊ വീണ്ടും ഇത് തന്നെ അങ്ങോട്ട് ഇടുക, ഈ ബിക്ക് വരെ എസ് ബി ഇടുക. ഇനി അപ്പൊ നമ്മൾ ഒന്ന് നോക്കുമ്പോഴത്തേക്കും എന്താ നമുക്കിവിടെ കാണാൻ പറ്റും? എയും ബിയും കണ്ടോ? നമ്മുടെ സ്ട്രിങ്ങിന്റെ അത് നമുക്ക് കിട്ടി, എ ബി ബി ഇവിടെ കിട്ടി. പക്ഷെ ഈ രണ്ട് ബിക്കിടയിൽ വീണ്ടും പ്രശ്നക്കാരനായിട്ട് നമ്മുടെ എസ് കിടപ്പുണ്ട്. അപ്പൊ എസിനെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഈ ആദ്യത്തെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുക, അതായത് എസ് ടെൻസ് ടു എപ്സിലോൺ എന്നുള്ള പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ എസിന് പകരം എപ്സിലോൺ ഇട്ട് കൊടുക്കുക. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എപ്സിലോൺ എടുത്ത് മാറ്റാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ? എ ബി എപ്സിലോൺ ബി എന്ന് വരും. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ? സീറോ ലെങ്ത് സ്ട്രിങ് ആണ്, സീറോ ആണ് അല്ലെ? ഒന്നുമില്ല എന്നുള്ളതാണ്, നത്തിങ് എന്നാണ്.
അങ്ങനെയാണെങ്കിൽ എ ബി ബി തന്നെ വരും കണ്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിറൈവ് ചെയ്തെടുത്തത്. എ ബി ബി കണ്ടോ, നമ്മുടെ ആ സ്ട്രിങ്ങിനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തേക്കുന്നുണ്ടോ. ഇത് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമ്മൾ എഴുതണം. ഈ ഡെറിവേഷൻ എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഓരോ നോൺ ടെർമിനലെ വേണം നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തെടുത്തു. അപ്പൊ ഇത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. ഇനിയുള്ളതാണ് നമ്മൾ എന്താ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ ഇതേ ഗ്രാമർ തന്നെ, നമ്മൾ നേരത്തെ കണ്ട അതേ എക്സാമ്പിളിലെ അതേ ഗ്രാമറിന്റെ പ്രൊഡക്ഷൻ റൂൾസ് വെച്ചിട്ട് അതേ സിമ്പിൾ തന്നെ, അതേ സ്ട്രിങ് തന്നെ ഞാൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റാർട്ട് സിമ്പിൾ എസ് ടെൻസ് ടു എ ബി എന്നുള്ള എടുത്തു. ഇനി ഇവിടുത്തെ റൈറ്റ് മോസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. റൈറ്റ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് മോസ്റ്റിൽ വരുന്ന ക്യാപിറ്റൽ ലെറ്റർ വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ. ഏതാണ്? ബി ആണ് കണ്ടോ. ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പൊ എ അവിടെ തന്നെ ഉണ്ട്. ഈ ബി എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ബി എ നമുക്ക് എസ് ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഉണ്ടോ, ബി ടെൻസ് ടു എസ് ബി എന്നുള്ള ഒരു പ്രൊഡക്ഷൻ നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എസ് ബി വെച്ചിട്ട് നമുക്ക് ബി എ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഉണ്ടോ, ഞാൻ റീപ്ലേസ് ചെയ്തു, എസ് ബി ഞാൻ റീപ്ലേസ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കണ്ടോ, ഇവിടെ ഞാൻ എസ് ബി എന്ന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ നമുക്കൊരു ബി കിട്ടി അല്ലെ, നമുക്കൊരു ബി കിട്ടി. അതായത് ഈ ലാസ്റ്റിലെ ബി കിട്ടി നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ ലാസ്റ്റിലെ ബി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്സിലോൺ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എസിന് പകരമാണ് നമ്മൾ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എസ് ടെൻസ് ടു എപ്സിലോൺ. സോ എസ് ടെൻസ് ടു എപ്സിലോണ് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എസിന് പകരം നമ്മൾ എപ്സിലോണിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എപ്സിലോണിനെ എസിനെ നമ്മൾ അവിടുന്ന് കളയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ നമുക്ക് ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് അവിടെ കിട്ടി അല്ലെ. ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ട്രിങ്ങിലെ ലാസ്റ്റ് സിമ്പിൾ ആണ് നമുക്ക് അവിടെ കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ക്യാപിറ്റൽ ലെറ്റർ എ ആണല്ലേ, ഈ എയെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? എയെ നമുക്ക് ഈ സ്മോൾ ലെറ്റർ എ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീപ്ലേസ് ചെയ്താൽ കണ്ടോ, അങ്ങനെ ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്തു. അങ്ങനെ റീപ്ലേസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ബി ഉണ്ട് അല്ലെ, അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. കാരണം നമുക്ക് ഇവിടെ എയും ബിയും കിട്ടി, എയും ബിയും കിട്ടി. ഇനി ഈ നടുക്കത്തെ ബി എ മാത്രം കിട്ടിയാൽ മതി അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ലെറ്റർ ബി എ നമ്മൾ എസ് ടെൻസ് ടു ഇത് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്താൽ ബി എ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബി ടെൻസ് ടു എസ് ബി. ഓക്കെ, അപ്പം ഇവിടെ എസ് ബി എന്ന് വരും. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ എസ് ബിയെ നമ്മൾ എസിനെ നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ എസ് ടെൻസ് ടു എപ്സിലോൺ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എസ് ടെൻസ് ടു എപ്സിലോൺ. അപ്പൊ ഈ എസിന് പകരം നമ്മൾ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് അതെല്ലാം പോകും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് എ ബി ബി എന്ന് കിട്ടും ഉണ്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്ട്രിങ്ങിനെ ഇവിടെ ഡിറൈവ് ചെയ്തെടുത്തത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെങ്കിൽ നമ്മൾ റൈറ്റ് മോസ്റ്റിലുള്ള ആ ഒരു സിമ്പിളിനെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. റൈറ്റ് മോസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ റീപ്ലേസ് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് രീതിയിലുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത്. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഡെറിവേഷനെ നമ്മൾ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ പാസ് ട്രീ എന്ന് പറയാം. കാരണം ഈ ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ പാസ് ട്രീ ആണ് നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫേസ്, അതായത് സിന്റാക്സ് അനാലിസിസ് ഫേസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പാസ് ട്രീ നോക്കുവാണെങ്കിൽ അതിന് കുറെ പ്രോപ്പർട്ടീസ് കാണും. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് റൂട്ട് നോഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇതിന്റെ സ്റ്റാർട്ട് സിമ്പിൾ ആയിരിക്കും. സ്റ്റാർട്ട് സിമ്പിൾ ആണ് അതിന്റെ റൂട്ട് നോഡ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ കൊടുക്കാം, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ കൊടുക്കാം. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു പാസ് ട്രീ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു പാസ് ട്രീ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലീഫ് നോഡ് എന്ന് പറയുന്നത് എപ്പോഴും ടെർമിനൽ നോഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ലീഫ് നോഡ് വരുന്നത് ഫുള്ള് നമ്മുടെ ടെർമിനൽ നോഡ്സ് ആയിരിക്കും വരുന്നത്. ഇന്റീരിയർ നോഡ്സ് എന്ന് പറയുന്നത് നോൺ ടെർമിനൽ നോഡ്സും ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാസ് ട്രീ. നമ്മുടെ ആ ഒരു പാസ് ട്രീ നോക്കിയാൽ അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ ട്രീ തന്നെയാണ് നമ്മൾ ഈ പാസ് ട്രീ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സെക്കൻഡ് ഫേസിന്റെ സിന്റാക്സ് അനാലിസിസ് ഫേസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഇവിടെ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ റൂൾ ഉണ്ടോ? ഈ പ്രൊഡക്ഷൻ റൂൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഇത് വെച്ചിട്ട് നമ്മളൊരു ഡെറിവേഷൻ ട്രീ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്തേക്കുന്നത്, അതായത് പാസ് ട്രീ നമ്മൾ ജനറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ ആണ്. സോ ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ അത് പ്രൊഡക്ഷൻ നമ്മൾ എടുക്കുക. ഓക്കെ, ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ ഉണ്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ട്രീ വരയ്ക്കണം. നമ്മുടെ ആ ഫസ്റ്റ് പ്രൊഡക്ഷൻ എടുക്കുക, അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ട്രീ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇ എ, അതായത് ലെഫ്റ്റ് മോസ്റ്റ് ഇ ആണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പം ആ ഇ എ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക?
ഇ ടെൻസ് ടു ഇ ഇൻറ്റു ഇ എന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇനി ഇക്ക് പകരം നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കാരണം ഇ ടെൻസ് ടു എ ഓർ ബി ഓർ സി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്ക് പകരം നമുക്ക് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി ഇൻറ്റു ഉണ്ട്. നെക്സ്റ്റ് ഇക്ക് നമുക്ക് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഓൾറെഡി പ്ലസ് ഉണ്ട്. ലാസ്റ്റ് ഇക്ക് നമുക്ക് എന്ത് ചെയ്യാം, സി വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്ട്രിങ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഡെറിവേഷൻ ട്രീസ് ഒക്കെ നമ്മൾ ഓൾറെഡി തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. എങ്ങനെയാണ് ഈ ഡെറിവേഷൻ ട്രീ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡെറിവേഷൻ ട്രീസ് വേണമെങ്കിൽ വരാം. അതായത് ഒരു പ്രൊഡക്ഷൻ റൂൾ തന്നിട്ട് ഒരു ഇൻപുട്ട് സ്ട്രിങ്ങും തരുന്നു, അത് വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ട്രീ വരാം, ഒന്നിൽ കൂടുതൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ട്രീ വരാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ ആംബിഗ്യൂറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആംബിഗ്യൂസ് ഗ്രാമർ നമ്മൾ, അല്ലെങ്കിൽ ഗ്രാമറിലുള്ള ആംബിഗ്യൂറ്റി നമ്മൾ റിമൂവ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പാഴ്സർ അതിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഗ്രാമേഴ്സ് മാത്രമേ നമ്മൾ പാഴ്സർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഈ ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിങ് ഉണ്ടോ, ബി ബി എ ബി ബി എന്നുള്ള ഈ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതാണ്. എസ് ടെൻസ് ടു ബി എസ് ബി എന്നാണ്. ഓക്കെ, ആദ്യത്തെ നമ്മുടെ പ്രൊഡക്ഷൻ നമ്മൾ അത് എടുത്തു. എന്നിട്ട് നമ്മൾ ഈ എസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എസിനെ നമുക്ക് ബി എസ് ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും റീപ്ലേസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എസിനെ ബി വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു, ഈ എസിനെ ബി വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം, കാരണം ആ പ്രൊഡക്ഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എസിനെ ബി എ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു ബി. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമുക്കിവിടെ ബി ഉണ്ട് കണ്ടോ, ബി ബി എ ബി ബി കണ്ടോ, ഇങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഇതുപോലെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞത്, ഗ്രാമറിൽ ആംബിഗ്യൂറ്റി ഉണ്ടാകുന്ന കേസ് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ മോർ ദാൻ വൺ പാസ് ട്രീ നമുക്ക് ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗ്രാമർ ആംബിഗ്യൂസ് എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പം ഈ കമ്പൈലർ കൺസ്ട്രക്ഷന് മുമ്പായിട്ട് നമ്മൾ ഈ ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത് നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇല്ലെങ്കിൽ ഈ ആംബിഗ്യൂസ് ഗ്രാമറിനെ ഒരിക്കലും പാഴ്സർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം ഈ അംബിഗ്യൂസ് ഗ്രാമർ അല്ലെങ്കിൽ ഗ്രാമറിൽ അംബിഗ്യൂറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിന്റെ പ്രൊഡക്ഷൻ റൂളുകളാണ് തന്നിരിക്കുന്നത്. ഇതാണ് ഇൻപുട്ട് സ്ട്രിങ്. ഓക്കെ, ഇത് വെച്ച് നോക്കിയാൽ എനിക്ക് 2 ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്, ആംബിഗ്യൂസ് ഗ്രാമർ ആണ് പറയാൻ പറ്റും. ഇപ്പൊ ഇവിടെ വേറൊരു എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ തന്നിരിക്കുന്ന സ്ട്രിങ് ഐ ഡി പ്ലസ് ഐ ഡി മൈനസ് ഐ ഡി എന്നുള്ള സ്ട്രിങ് ആണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ. ഇത് വെച്ച് നോക്കിയാൽ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എനിക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ വേറൊരു രീതിയിൽ എനിക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ, രണ്ടും ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2 ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എനിക്ക് ഈ ഒരു കറസ്പോണ്ടിങ് സ്ട്രിങ്ങിനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്, ആംബിഗ്യൂസ് ഗ്രാമർ ആണ്. ഓക്കെ, അപ്പം ഈ ആംബിഗ്യൂസ് ഗ്രാമർ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാലും കണ്ടോ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് 2 ട്രീ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രാമറും എന്താണ്, ആംബിഗ്യൂസ് ഗ്രാമർ ആണ്. അപ്പം ഈ ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, പാഴ്സറിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ പാഴ്സിങ് പ്രോസസ്സിന് മുമ്പായിട്ട് ആംബിഗ്യൂറ്റി എന്ന് പറയുന്ന ഗ്രാമറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്തില്ല എങ്കിൽ എന്താണ് അവിടെ കൺഫ്യൂഷൻ വരും അല്ലെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു എന്താണ് അതിൽ ഫുൾ എറർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന അംബിഗ്യൂറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാമറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ ബാക്കിയുള്ളത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.